കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് മനുഷ്യ സഹജമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്, അല്ലേ? നമ്മളെല്ലാവരുടെയും ജീവിതത്തിനകത്ത് നമുക്ക് പല കാര്യങ്ങളിലും തന്നെ എല്ലാ കാര്യങ്ങളിലും തിടുക്കമുള്ളവരാണ്. എല്ലാം വേഗത്തിൽ സംഭവിക്കണം. എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് വേഗത്തിൽ നമുക്ക് ലഭ്യമാകണം. വേഗത്തിൽ നമുക്ക് പലതും കിട്ടണം എന്നതിന് വേണ്ടിയുള്ള സ്തോത്രം പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ പലപ്പോഴും പലരും കുറുക്കു വഴികൾ സ്തോത്രം കാണിക്കുന്ന മേഖലകളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ചിലപ്പോൾ അവർക്ക് ലഭ്യമാകുന്ന ജോലിക്ക് വേണ്ടിയോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനങ്ങൾക്കോ മാന്യതകൾക്കോ വേണ്ടിയോ, ഇല്ലെങ്കിൽ സാമ്പത്തിക തലങ്ങൾക്ക് വേണ്ടിയോ, വാഹനമെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയൊക്കെ ഷോർട്ട് കട്ടുകളിലൂടെ യാത്ര ചെയ്യുന്ന അനേകരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്തിൽ ഉണ്ടെന്നാൽ, അല്ലേ? പലപ്പോഴും നമ്മുടെ സർക്കാർ നിയമങ്ങളൊക്കെ പലപ്പോഴും മാതൃകാപരമാണ്, സ്ട്രൈറ്റ് ആൻഡ് ഫോർവേഡ് എന്നൊക്കെ പറയുമ്പോൾ പോലും കുറുക്കു വഴികൾ പലയിടത്തും നടക്കുന്നുണ്ട്. നമ്മൾ പല വാർത്തകളിലൂടെയൊക്കെ നമ്മളത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യ സഹജമായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് സഹിഷ്ണുത ഇല്ലായ്മ എന്ന് പറയുന്നത്, അല്ലേ? മനുഷ്യന് ക്ഷമിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കാത്തിരിക്കേണ്ട ഒരു മനോഗതി ഇല്ലാതെ പോകുന്ന ഒരു കാലം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം ഒരാളിനെ അനുഗ്രഹിക്കണമെങ്കിൽ നിശ്ചയമായിട്ട് ആ വ്യക്തിക്ക് സഹിഷ്ണുത ആവശ്യമാണ്. അതിന് യാക്കോബിൻ്റെ ലേഖനം 5:11 ഒരാളിനെ പരിചയപ്പെടുത്തുകയാണ് യാക്കോബ്. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ട് കർത്താവ് വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടുമിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നിനെ അവിടെ പറയുന്ന ഒരു കാര്യം, സഹിഷ്ണുതയുള്ളവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. അപ്പം ആരാണ് സഹിഷ്ണുതയോടെ ഇരിക്കുന്നത്? അവരാരാണ് ഭാഗ്യവാന്മാരെന്ന് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. പ്രൈസ്. ഭാഗ്യ പദവിയിലേക്ക് വരണമെങ്കിൽ സഹിഷ്ണുതയോടെ നമ്മൾ കാത്തിരിക്കണം. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. എബ്രായ ലേഖനം 10:36 പറയും, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ദൈവിക വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ പോലും എന്ത് വേണം? സ്തോത്രം, സഹിഷ്ണുതയോടെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. എല്ലാ മേഖലകളിലും സഹിഷ്ണുതയുണ്ട്. അത് നമുക്ക് ഈ യാക്കോബ് ലേഖനം 5 സ്തോത്രം 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് വേണ്ടി കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുമ്പോഴും ദീർഘക്ഷമയോടിരിക്കുന്നുവല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫലത്തിന് വേണ്ടി മുൻമഴയ്ക്കായി പിന്മഴയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിപ്പാനിട വരുത്തണം. പ്രീസലോ. അപ്പം അങ്ങനെ കാത്തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനം. കാത്തിരിപ്പ് നടക്കണമെങ്കിൽ എന്ത് വേണം? അല്ല, സഹിഷ്ണുത അനിവാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് പ്രാർത്ഥനയുണ്ടോ, ചില വിഷയങ്ങളുടെ മറുപടിക്കാണോ നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സഹിഷ്ണുതയോടെ കാത്തിരുന്ന് തന്നെ ആകണം. അങ്ങനെ കാത്തിരുന്നു കഴിഞ്ഞാൽ അത് സ്തോത്രം, നേരായ നന്മകൾ, നേരായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ദൈവം ലഭ്യമാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യോബെന്ന ദൈവമനുഷ്യൻ വെപ്രാളം കാണിച്ചില്ല, തിടുക്കം കാണിച്ചില്ല. പകരം അവൻ്റെ ജീവിതത്തിൽ വന്ന ശോധന, അവൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ, അവൻ്റെ ജീവിതത്തിൽ വന്ന വേദനകൾ, പ്രയാസങ്ങൾ, അതിൻ്റെ അവസാനം വരെയും അവൻ പിറുപിറുക്കാതെ ദൈവസന്നിധിയിൽ കാത്തിരിപ്പാൻ തക്കവണ്ണം ഇടവന്നു. എന്തായിരുന്നു അവൻ്റെ അവസാനം, അല്ലേ? അവനെ കുറ്റപ്പെടുത്തിയവരെല്ലാം അവനെ തിരികെ പറഞ്ഞു, അല്ലേ? നഷ്ടപ്പെട്ടതെല്ലാം ദൈവം യോബിൻ്റെ ജീവിതത്തിൽ മടക്കി കൊടുത്തു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, സഹിഷ്ണുതയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന നന്മകൾ, അനുഗ്രഹങ്ങളെ സഹിഷ്ണുതയോടെ ഇരുന്ന് പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ഉദ്ധരിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാം മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.